ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. വാഹനം നന്നായിട്ട് ഓടിക്കുന്ന പല ആൾക്കാരും തന്നെ റോഡ് ടെസ്റ്റിൽ ഫെയിലായി പോകുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വാഹനം നന്നായിട്ട് ഓടിക്കാൻ അറിയാമെന്ന് കരുതി നമുക്ക് റോഡ് ടെസ്റ്റ് പാസ്സാകണമെന്ന് നിർബന്ധമില്ല. പിന്നെ അടുത്ത തേർഡ് ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. അതായത് നിങ്ങൾക്ക് കയറ്റത്താണ് റോഡ് ടെസ്റ്റിന് വണ്ടി കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇപ്പോൾ ഒരുപാട് പേര് കാറിൻ്റെ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിരന്തരം ഫെയിലായി പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും വാഹനം ഓടിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് സംഭവിക്കാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റുകളൊക്കെ കുറെ കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ വാഹനം ഓടിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായിട്ടും നിരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് അപ്രൂവ് ആയിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്, നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റ് നിങ്ങൾ ഫെയിൽ ആകുന്നത്. വാഹനം നന്നായിട്ട് ഓടിക്കുന്ന പല ആൾക്കാരും തന്നെ റോഡ് ടെസ്റ്റിൽ ഫെയിലായി പോകുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വാഹനം നന്നായിട്ട് ഓടിക്കാൻ അറിയാമെന്ന് കരുതി നമുക്ക് റോഡ് ടെസ്റ്റ് പാസ്സാകണമെന്ന് നിർബന്ധമില്ല. കാരണം റോഡ് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ കൃത്യമായിട്ടും ഉണ്ട്. സീറ്റ് അറേഞ്ച് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ. ചില ആൾക്കാർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കും, മിറർ കൃത്യമായിട്ടും ഒന്ന് നോക്കിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് സീറ്റ് പുറകോട്ടോ പിന്നിലേക്കോ മാറ്റിയിടുന്ന രീതിയുണ്ട്. ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മുടെ ഇരിപ്പ് കറക്റ്റ് ആക്കിയിട്ട് വേണം മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ എന്ത് ചെയ്യും, മിറർ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്ന പരുവത്തിന്, നമുക്ക് ബാക്ക് സൈഡ് കാണാവുന്ന പരുവത്തിന് അല്ലാതെ വരും. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കയറുക, പ്രോപ്പറായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റും കൂടെ പറയാം. അത്യാവശ്യം നിങ്ങളുടെ സെയിം ഹൈറ്റുള്ള ഒരാളാണ് ഇതിന് മുന്നേ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത സമയത്ത് വണ്ടി ഓടിച്ചതെങ്കിൽ പിന്നെ നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ഹൈറ്റ് കൂടിയ ഒരാളോ അല്ലെങ്കിൽ തീർത്തും ഹൈറ്റ് കുറഞ്ഞ ഒരാളാണ് വാഹനത്തിൽ കയറി ഓടിച്ചതിന് ശേഷമാണ് നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കയറുന്നതെങ്കിൽ അതനുസരിച്ച് മാത്രം നിങ്ങൾ സീറ്റിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ മതി. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, സീറ്റ് ബെൽറ്റ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ ഇടുന്നു. എന്നിട്ട് നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളുടെ MVAയുടെ അല്ലെങ്കിൽ AMVAയുടെ ഒരു നിർദ്ദേശം നമുക്ക് വാഹനം എടുക്കാനായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മളുടെ കാല് ആദ്യം എടുത്ത് വെക്കേണ്ടത് ബ്രേക്ക് പെഡലിലായിരിക്കണം. ഓക്കെ, കാരണം നമ്മുടെ വണ്ടി ഒരു കയറ്റത്തൊക്കെ ആണെങ്കിൽ വണ്ടി ബാക്കിലേക്ക് റോൾ ആകാതെ എടുക്കാനായിട്ടാണ് നമ്മൾ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത്. ഇനി ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി പിടിക്കുക. എപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വണ്ടിയുടെ കീ ജസ്റ്റ് ഓൺ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വണ്ടി നമ്മൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലാണോ വണ്ടി കിടക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം. കാരണം വണ്ടി എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയറിൽ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങളിൽ ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഈ തേർഡ് ഗിയർ ഇട്ട് വണ്ടി എടുക്കും. കാരണം ഫസ്റ്റ് ഗിയറിനോട് അടുത്താണല്ലോ തേർഡ് കിടക്കുന്നത്. അപ്പോൾ ടെൻഷൻ കൊണ്ട് മറന്നു പോകും. തേർഡ് ഗിയർ ഇട്ട് വണ്ടി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, വണ്ടി അവിടെ നിന്ന് പോവും, നമ്മൾ ഫെയിലായി, ടെസ്റ്റ് ഫെയിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് ന്യൂട്രൽ പൊസിഷനിലാക്കിയതിന് ശേഷം കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ചേർത്തിട്ട് മേളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ഗിയർ നമുക്ക് കറക്റ്റ് ചേർത്തിടാം. തെറ്റിപ്പോകുമോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വേണ്ട. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് ചലഞ്ചിങ് ആയിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണം. ചില സ്ഥലങ്ങളിൽ ഹാൻഡ് സിഗ്നൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഹാൻഡ് സിഗ്നൽ യൂസ് ചെയ്യുക. അല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ മതി. ഇത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഞാൻ അങ്ങ് ഇട്ടു. ഓക്കെ, ഇട്ടതിന് ശേഷം ഇനി അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻഡിക്കേറ്റർ കൊടുക്കുക. ഇൻഡിക്കേറ്റർ കൊടുത്തതിന് ശേഷം ഹാൻഡ് സിഗ്നൽ പറയുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വലത്തെ സൈഡിലുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കുക. ഇതാണ് വലത്തെ സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അതായത് കൈയുടെ വെള്ള കണ്ടില്ലേ, ഇത് ഏകദേശം ഇത്തരത്തിൽ തന്നെ ചേർത്ത് ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് റോഡിന് നേരെ ഇത് ഇത്തരത്തിൽ വരുന്ന രീതിയിൽ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്,
സ്റ്റിയറിംഗ് ഒരു റൗണ്ട് വലത്തെ സൈഡിലേക്ക് തിരിച്ചു പിടിക്കുക. അപ്പോൾ നമ്മൾ പിന്നീട് സ്റ്റിയറിംഗിലേക്ക് ഉള്ള ഒരു ശ്രദ്ധ പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. വലത്തെ സൈഡിലേക്ക് വാഹനം കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും. പല ആൾക്കാർക്കും സ്റ്റിയറിംഗ് കൺട്രോളും അതുപോലെ തന്നെ ക്ലച്ച് ചെയ്യുന്ന വെച്ച് ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുന്ന സമയത്ത് വണ്ടി കറക്റ്റ് വലത്തെ സൈഡിലേക്ക് വന്ന് വണ്ടിയെ പെട്ടെന്ന് നേരെയാക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഒരു റൗണ്ട് വലത്തെ സൈഡിലേക്ക് ഒന്ന് തിരിച്ചു പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഹനം എടുക്കുന്ന സമയത്ത് ഒരു എളുപ്പം കിട്ടും. മനസ്സിലായി? എന്നിട്ട് ഇതേ ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയാണ്. മുന്നോട്ട് ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതുപോലെ റോഡിലേക്ക് ഇറങ്ങി. എന്നിട്ട് ഇടത്തേക്കാൽ ക്ലച്ചിലേക്ക് അങ്ങനെ തന്നെ വെച്ചേക്കുക. എന്നിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കി വണ്ടി റോഡിൽ വരിക. കണ്ടോ? അപ്പോൾ പുറയുന്ന വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി എടുത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ വണ്ടി ഇതുപോലെ ഫസ്റ്റ് ഗിയറിൽ എടുത്തല്ലോ, എടുത്തിട്ട് നിങ്ങൾ സെക്കൻഡ് ഗിയറും കൂടെ കൊടുത്തിട്ട് ഈ ക്ലച്ചേന്ന് കാലെടുത്ത് താഴെ വെക്കാവുള്ളൂ. ഇത് ഞാനിങ്ങനെ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുത്താൽ ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കുന്നതിൽ തെറ്റില്ല. മനസ്സിലായി? ഒരു റോഡ് സ്ട്രൈറ്റ് ആണെങ്കിൽ അപ്പം തന്നെ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത്തിരി ഒരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ് ആക്കുക, ആക്സിലറേഷൻ കുറയ്ക്കുക, ഈ സെയിം ടൈമിൽ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കുക, ക്ലച്ചേന്ന് അയക്കുക. ഓക്കെ, എന്നിട്ട് കാലെടുത്ത് ഫ്ലോറിൽ വെക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് ക്ലച്ച് തപ്പിപ്പിടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് കഴിയും. റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു ഗിയർ പെട്ടെന്ന് കൊടുക്കാനായിട്ട് കഴിയും. പിന്നെ അടുത്ത തേർഡ് ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. എല്ലാവരും ഓർത്തിരിക്കുന്നത് തേർഡ് ഗിയർ എന്ന് പറയുന്നത് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നമുക്കൊരു അത്യാവശ്യം നിരപ്പായിട്ടുള്ള റോഡ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന പോകുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ തേർഡ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ ഇറക്കങ്ങളിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്നതെങ്കിലും തേർഡ് ഗിയർ നിർബന്ധമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇതുപോലെ ഒരു ചെറിയ ഇറക്കത്താണ് നമ്മൾ സെക്കൻഡ് ഗിയറിൽ വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ജസ്റ്റ് ക്ലച്ച് അങ്ങ് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? തേർഡ് ഗിയറിലേക്ക് ഇടുക. അതെ, ഇങ്ങനെ ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തേക്കുക. എന്നിട്ട് ക്ലച്ചേന്ന് കാലയച്ചു കഴിഞ്ഞാൽ വളരെ സുഖകരമായിട്ട് തന്നെ നിങ്ങൾക്ക് തേർഡ് ഗിയറിൽ വാഹനം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും. ഇനി നിരപ്പായിട്ടുള്ള റോഡിലാണ് നിങ്ങൾ തേർഡ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് ഗിയറിൽ വരുമ്പോൾ ഒരു ഇത്തിരിയും കൂടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ് ആക്കിയിട്ട് തേർഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും തെറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ മൂന്നാമത്തെ ഗിയർ വരെ വന്നല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഓടിച്ചു വരുമ്പോൾ നമ്മൾ മൂന്നാമത്തെ ഗിയർ വരെ വന്നു കഴിഞ്ഞാൽ 4 എപ്പോഴും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കാരണം അതിന് പറ്റിയ റോഡോ സാഹചര്യങ്ങൾ വന്നാലേ 4 കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ഇങ്ങനെ ഓടിച്ചു പോകുന്നതിനിടയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സെക്കൻഡ് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഡ്രൈവിങ്ങിൽ വരാം. റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് വണ്ടി എപ്പോൾ സ്ലോ ആയെന്ന് തോന്നിയോ ആ സമയത്ത് എന്ത് ചെയ്യണം? ക്ലച്ച് പിടിച്ച് ഇതുപോലെ സെക്കൻഡ് കൊടുക്കുക. ഇപ്പം ഞാനൊരു ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുവാണ്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ഇവിടെ തിരിയുന്നു കേട്ടോ. സെക്കൻഡ് ഗിയർ ഇട്ടു. അതായത് എപ്പോഴൊക്കെ നിങ്ങളുടെ വാഹനം റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ സ്ലോ ആകുന്നു എന്ന് തോന്നിയാൽ തേർഡിലാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ഗിയർ കൊടുക്കുക. വീണ്ടും ഇതുപോലെ ഒരു റോഡ് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക, ക്ലച്ച് പിടിക്കുക, തേർഡ് ഗിയറിലേക്ക് ഇടുക. കണ്ടോ? ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ പോകാൻ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ കൈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു സെൻറ്റർ പോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ എടുത്തെടുത്തിരിക്കും. അപ്പം നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നതും പ്രോപ്പറായിരിക്കും. വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ അടുത്തിരിക്കുന്ന MVI അല്ലെങ്കിൽ AMVI സാർമാർക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ സ്റ്റിയറിംഗ് ബാലൻസ് പ്രോപ്പറാണെന്നുള്ള ഒരു ഐഡിയയും അവർക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ തേർഡിൽ വരുന്നു. ഇനി നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്കിതുപോലെ ഫോർത്ത് ഗിയർ കൊടുക്കാം. കണ്ടോ? ഇനി നാലാമത്തെ ഗിയർ പോകുന്നു. എതിരെ ഒരു വണ്ടി വരുന്നു. ഇടുങ്ങിയ റോഡൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഫോർത്തിൽ നിന്ന് മെല്ലെ നിങ്ങൾ തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. മനസ്സിലായോ? അപ്പോൾ നാലാമത്തെ ഗിയറിലൊക്കെ പോകുന്നു. എതിരെ ഒരു മറ്റു വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വരുന്ന ഒരു ചെറിയ ഇടുങ്ങിയ സ്പേസിലൂടെയൊക്കെയാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ തേർഡ് ഗിയർ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യാനും അപ്പ് ചെയ്യാനായിട്ടും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം. എന്നിട്ട് ഇത്രയും നിങ്ങൾ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തല്ലോ. എന്നിട്ട് ഇനി സാറുമാർ പറയുകയാണ് വാഹനം സൈഡ് ഒതുക്കി നിർത്താൻ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക എന്നുള്ളതാണ്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക. ഒരു വളവിലോ ജംഗ്ഷനിലോ തിരിവിലോ ഒന്നും കൊണ്ടുപോയി വണ്ടി നിർത്തരുത്. എന്നിട്ട് നിർത്താൻ തീരുമാനിക്കുമ്പോൾ ഇടത്തെ കാല് കുറച്ച് നേരത്തെ എടുത്ത് ക്ലച്ചിലേക്ക് അങ്ങ് വെച്ചേക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ തേർഡിലാണ് വരുന്നതെങ്കിൽ ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ഓക്കെ, എന്നിട്ട് പരമാവധി നമ്മളിത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വാഹനത്തെ ചേർത്ത് വരിക. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർന്ന് വന്നു. ഇങ്ങനെ ചേർന്ന് വരുമ്പോൾ ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ നിൽക്കും, വണ്ടിയുടെ ബാക്ക് റോഡിന് വെളിയിലായിരിക്കും നിൽക്കുന്നത്. മനസ്സിലായി? അപ്പോൾ വണ്ടിയെ ചേർത്ത് ഒതുക്കി നിർത്താനായിട്ട് ശ്രമിക്കണം. അതിനെന്ത് ചെയ്യണം? വീണ്ടും ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ടുള്ള ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ചും കൂടെ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി പരമാവധി ഇത് ഈ സൈഡിലേക്ക് വരുന്നു. റൈറ്റ് സൈഡിലേക്ക് ഫുൾ സ്റ്റിയറിംഗ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഫുൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് റോഡിൽ നേരെയാക്കാം. നേരെയായെന്ന് തോന്നിയാൽ ക്ലച്ച് ചവിട്ടുക, ബ്രേക്ക് ചവിട്ടുക, വണ്ടി നിർത്തുക. എന്നിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ടയർ നേരെയാക്കണം. അതിന് ചെയ്യേണ്ടത് ഇവിടുന്ന് ഒരു അര റൗണ്ട് പിടിക്കുക. ഇപ്പോൾ വലത്തെ സൈഡിലേക്ക് ലോക്ക് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒരു അര റൗണ്ട് പിടിക്കുക. വീണ്ടും എന്ത് ചെയ്യുന്നു? അര റൗണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു. വീണ്ടും ഞാനിത് ഒരു റൗണ്ടും കൂടെ പിടിച്ചു. വാഹനത്തിൻ്റെ
സ്റ്റിയറിംഗ് നേരെയാക്കി വാഹനത്തെ നമ്മളിവിടെ സൈഡ് ഒതുക്കി നിർത്തി. അപ്പോൾ ഇവിടെ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാണ് വാഹനം നിർത്തിയത്. ചില സ്ഥലങ്ങളിൽ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സ്ലോ ഡൗൺ സിഗ്നൽ പറയാറുണ്ട്, മനസ്സിലായോ? അപ്പോൾ സ്ലോ ഡൗൺ സിഗ്നൽ പറയുന്ന സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ മെല്ലെ നിങ്ങളുടെ കൈ വെളിയിലേക്ക് ഇടുക. അതായത് പുറകിൽ മറ്റ് വാഹനങ്ങളൊന്നുമില്ലെങ്കിൽ കൈ വെളിയിലേക്ക് ഇടുക. കൈ വെളിയിലേക്ക് ഇട്ടതിന് ശേഷം കൈയുടെ വെള്ള ഇത് ഇത്തരത്തിൽ വരുന്ന പരുവത്തിന് റോഡിന് സമാന്തരമായിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് 1, 2, 3 ഇതാണ് സ്ലോ ഡൗൺ സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സ്ലോ ഡൗൺ കാണിച്ച് വണ്ടി സൈഡിലേക്ക് ഒതുക്കുന്നു. വണ്ടി നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം, സൈഡ് ഒതുക്കി നിന്നതിന് ശേഷം സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കും. സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുമ്പോഴും കൈ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഒരു L ഷേപ്പിൽ കൈ വെളിയിലേക്ക് നമ്മൾ ഇതുപോലെ കാണിക്കും. ദേ കണ്ടോ, ഇങ്ങനെ കാണിച്ച് വാഹനത്തെ നിർത്തുക. അപ്പം ഇത്തരത്തിലുള്ള സിഗ്നൽ പറയുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പ്രോപ്പറായിട്ട് ഇങ്ങനെ നിർത്തുക. എന്നിട്ട് വണ്ടി നമ്മളിവിടെ സൈഡ് ഒതുക്കി പ്രോപ്പറായിട്ട് നിർത്തി കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കണം. മനസ്സിലായോ? വണ്ടി നിർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക. എന്നിട്ട് ലാസ്റ്റ് വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും കാലെടുക്കുന്നു. സീറ്റ് ബെൽറ്റ് ഊരുക, വാഹനത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അത്യാവശ്യം ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് വളരെ സിമ്പിളായിട്ട് പാസ്സാകാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളിൽ പല ആൾക്കാർക്ക് വാഹനം എടുക്കുന്ന സമയത്ത് നിരന്തരം വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളൊരു വാഹനം നിർത്തിയെടുത്ത് പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായോ? വാഹനം ഓഫാകാതെ എടുക്കാൻ. അപ്പോൾ നിർത്തിയെടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വണ്ടി ഓഫാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഇപ്പം ബ്രേക്കിലും ക്ലച്ചിലും എൻ്റെ കാല് വന്ന് നിൽക്കുകയാണ്, ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമുക്കൊരു നിരപ്പ് റോഡിലാണെങ്കിൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിൽ വെക്കാം. ഇതുപോലെ വെക്കുന്നത് തെറ്റില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് എത്തണം. അതായത് വണ്ടി നീങ്ങാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് പുറകിലുള്ള പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലേക്ക് നമ്മൾ എത്തുക. അതായത് ക്ലച്ച് അയച്ചു വരുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇതേ വണ്ടി ഇപ്പോൾ നീങ്ങുമെന്ന് ചോദിച്ചാൽ നീങ്ങത്തില്ല. ഇനി ഞാൻ ഇത്തിരി കൂടെ ക്ലച്ച് അയച്ചാൽ വണ്ടി നീങ്ങും. ഈ പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ്. മനസ്സിലായോ? ഈ പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് ഞാൻ പതിയെ അയച്ച് എൻ്റെ വണ്ടി ഇങ്ങനെ നീങ്ങും. എന്നിട്ട് വീണ്ടും ഞാനിത് ക്ലച്ച് ഓട്ടി ബ്രേക്ക് ഓട്ടി വണ്ടി നിർത്താണ്. ഇത് നിങ്ങൾ നിരന്തരമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. വണ്ടി നിർത്തിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് മുന്നോട്ട് നിർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫാകത്തില്ല. ഇനി ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെറിയ കയറ്റങ്ങളിലും പ്രാക്ടീസ് ചെയ്യണം. അതായത് കയറ്റത്തും എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഞാൻ ജസ്റ്റ് വീണ്ടും ഒന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. ദേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി എടുത്തു. അതായത് നിങ്ങൾക്ക് കയറ്റത്താണ് റോഡ് ടെസ്റ്റിന് വണ്ടി കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കയറ്റത്ത് ഇവിടെ വാഹനം അങ്ങ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കയറ്റത്ത് എടുക്കുന്ന സമയത്താണ് ഈ പ്രശ്നം വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മളിവിടെ വണ്ടി നിർത്തി കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുക്കണം. അത് ഓർത്തിരിക്കുക. എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ബ്രേക്കിൽ നിന്ന് കാല് നമ്മൾ ഒരു കാരണവശാലും എടുക്കരുത്. ഇപ്പോൾ നല്ല കയറ്റത്താണ് വണ്ടി നിൽക്കുന്നത്, ബ്രേക്കിൽ കാലങ്ങ് വെച്ചേക്കുക. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള പോയിന്റ് കണ്ടുപിടിക്കുക. ഈ ഹാഫ് ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് ക്ലച്ച് റിലീസ് ചെയ്ത് വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു ജെർക്ക് ഫീൽ ചെയ്യും. അതാണ് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ്. നല്ല രീതിയിലുള്ള ജെർക്ക് വരുമ്പോൾ വീണ്ടും കാലയച്ചാലാണ് വണ്ടി ഓഫാകുന്നത്. കാരണം ആ ജെർക്ക് വരുന്നതിൻ്റെ റീസൺ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് റെഡിയാണ്. ഇനി ക്ലച്ച് മാത്രം അയച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫാകും എന്നുള്ളതാണ്. അപ്പം പ്രോപ്പറായിട്ട് ആ ജെർക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ബ്രേക്കിൽ നിന്ന് പതിയെ ഒന്ന് കാലൊന്ന് എടുത്തു നോക്കുക. അപ്പം നമ്മുടെ വണ്ടി മുന്നോട്ട് പോകുന്ന ഒരു പരുവത്തിനായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പരുവത്തിനാണെങ്കിൽ പ്രോപ്പർ ഹാഫ് ക്ലച്ചിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ക്വിക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കണം. മുന്നോട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ ഇങ്ങനെ അയച്ച് വണ്ടി ഒന്ന് എടുക്കുകയും വീണ്ടും വണ്ടിയെ നിർത്തുകയും ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ വാഹനം നിരന്തരം ഒന്ന് എടുത്തെടുത്ത് പ്രാക്ടീസ് ചെയ്യണം കയറ്റത്ത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വാഹനം ഓടിച്ച് റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ കൃത്യമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്കും ഈ കാര്യങ്ങളൊന്ന് പ്രയോജനം ചെയ്യട്ടെ. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.